അപ്പൊ എല്ലാവർക്കും ലേൺ ബൈസിന്റെ നമ്മുടെ ഓറിയന്റേഷന്റെ 7ാമത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ സെഷൻ മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ഹാപ്പിനെസ് അംബാസിഡർ. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിലായിട്ടുണ്ടാവും ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ലേൺ ബൈസിൽ അവൈലബിൾ ആണ് എന്നുള്ളത് അല്ലേ. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, എന്താണ് ഇത് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രീവിയസ് സെഷനിലൊക്കെ ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഹാപ്പിനെസ് അംബാസിഡർ? എന്താണ് ഹാപ്പിനെസ് അംബാസിഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു നമ്മുടെ ലേൺ വൈസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേണേഴ്സിന്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെ. ഒരു വ്യത്യസ്ത പലതരം സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന ആളുകൾ, വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ്, വ്യത്യസ്ത ഫാമിലി സിറ്റുവേഷൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് നമ്മുടെ ലേൺ വൈസ് ഫാമിലിയിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG പൂർത്തീകരിക്കുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അതിനെപ്പറ്റിയൊക്കെ ബോധ്യമുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ മാനസിക ആരോഗ്യം കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പക്ഷെ ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ചെറിയ പനി വന്നാലും ഒരു എവിടെയെങ്കിലും ഒരു വേദന വന്നാലും ഒക്കെ നമ്മൾ ഓടും അല്ലെ, നമ്മുടെ ഒരു ഫിസിഷ്യന്റെ അടുത്തേക്ക് ഓടും. പക്ഷെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അഥവാ മാനസികാരോഗ്യത്തിന്റെ കാര്യം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ വിഷമം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, ഒന്ന് ഓപ്പൺ ചെയ്യണം, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കാത്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നോക്കി കാണാത്ത ഒരാളുടെ മുന്നിൽ നമ്മളെ മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷണലിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെ. പലരും അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ലൈഫ് സിറ്റുവേഷൻസിൽ ആഗ്രഹിക്കാറുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് തുറക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പങ്കുവെക്കാനും, അതേപോലെ തന്നെ എവിടെയും പോവാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെടാനും കൂടെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡറിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം സാനിയ മാം ആണ് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ ആയിട്ട് നമ്മുടെ ലേൺ വൈസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാമിനെ പരിചയപ്പെടാം, കൂടുതൽ കാര്യങ്ങൾ മാമിന്റെ അടുത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഐ വെൽക്കം സാനിയ മാം. Hi all. Okay, fine. So Yes, ma'am. myself, Fatima Sania, എന്താ പറയാ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജി ട്രെയിനർ ആണ്, അപ്പാർട്ട് ഫ്രം സൈക്കോളജി ഒരു പോയറ്റ് ആണ്. അപ്പം ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും അറിയോ എന്താണ് ഹാപ്പിനെസ് അംബാസിഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനി ഐഡിയ? യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാം, എന്താണ് ഹാപ്പിനെസ് അംബാസിഡർ അല്ലെങ്കിൽ ലേൺ വൈസ് ഈ ഹാപ്പിനെസ് അംബാസിഡർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ മാം, എന്റെ പേര് അമൃത. ഓക്കെ, എനിക്ക് Okay, തോന്നുന്നത്, അമൃത. പേഴ്സണലി എനിക്ക് തോന്നുന്നു, ചിലപ്പോ തെറ്റായിരിക്കും, ഒരു It's okay, fine. ഒരു കൗൺസിലിംഗ് സെക്ഷൻ പോലെ ആയിരിക്കും. ലൈക്ക് ഇപ്പം നമുക്ക് ഇപ്പൊ ഇതിൽ തന്നെ കുറെ പേരുണ്ട്, അപ്പൊ അവർക്ക് കുറച്ച് ചിലവർക്ക് ഇമോഷണലി ഡൗൺ ആയവരൊക്കെ ഉണ്ടാകും, ഇപ്പം പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ഉള്ളവര് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആൻഡ് ഓപ്പൺ ആയിട്ട് എന്തും സ്പീക്ക് ചെയ്യാം. എന്തെങ്കിലും മെന്റലി ഓർ ഫിസിക്കലി എന്തെങ്കിലും ഇൽനെസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സഹായം, സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്, എക്സാക്ട്ലി, അതന്നെയാണ് കറക്റ്റ്. നമുക്ക് പഠിക്കുന്ന സമയത്ത് അക്കാഡമിക് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ ഒരു സ്പേസ് ആയിരിക്കും. പ്ലസ് അക്കാഡമിക് മാത്രമല്ല, പേഴ്സണലി നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആയിട്ട് സേഫ് ആയിട്ട് ജഡ്ജ്മെന്റ് കൂടാതെ കേൾക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ഹാപ്പിനെസ് അംബാസിഡർ, അതായത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും എന്താ പറയാ, മാക്സിമം ഈ ഒരു ഈ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമുക്ക് സെഷനിലേക്ക് കടക്കാം. എന്താ പറയാ, ഒരു ഗെയിം പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇമോജി വെച്ചിട്ട് പറയാം. ഓക്കെ, ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇമോജീസ് യൂസ് ചെയ്തിട്ട് ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. അമൃത ചിരിക്കുന്നുണ്ട്, ഫണ്ണിയാണോ?
രാഹുലിന് സ്ലീപ്പി ടയേർഡ് ഒരു ഡേ ആയിരുന്നു. മധു ഓക്കെ, സ്വപ്ന ഓക്കെ ഓക്കെ ഗുഡ്. ആ നൈസ്. അധികം മോസ്റ്റ് ഓഫ് യു ഗൈസ് ഹാവ് ഗുഡ് ഡേ ഐ ഗെസ്. അതായത് ആ ഇമോജീസ് ആണ് കാണുന്നത് ഞാൻ. ന്യൂസിനൊക്കെ എന്ത് പറ്റി? സങ്കടാണല്ലോ. ഓക്കെ മുഹമ്മദ് നിസാർ ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും റെസ്പോൺസ്. യെസ്, ഗുഡ്. ഹാപ്പി ടു സീ എവറി വൺ ഹാവിങ് എ, അല്ലെങ്കിൽ എവറി വൺ ഹാഡ് എ ഗുഡ് ഡേ എന്നുള്ളത്. സോ ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ ഹാപ്പിനെസ് അംബാസഡർ, അതായത് ഞാനുമായിട്ടുള്ള ഓറിയന്റേഷൻ അല്ലേ? സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത്? എന്താണ് മെന്റൽ ഹെൽത്ത്? ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണ ഉണ്ടോ മെന്റൽ ഹെൽത്ത് എന്താണെന്നുള്ളത്? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ റിയലൈസസ് ദെയർ എബിലിറ്റീസ്, ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദി നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ്, ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഈസ് ഏബിൾ ടു മേക്ക് കോൺട്രിബ്യൂഷൻ ടു ദെയർ കമ്മ്യൂണിറ്റി. ഇത് WHO ഒരു ഡെഫിനിഷൻ ആണ്. WHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ ആണ്. മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് ഇൻ എ ഇൻഡിവിജ്വൽ റിയലൈസസ് ദെയർ എബിലിറ്റി. അതായത് ഒരു വ്യക്തി അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും ജീവിതത്തിന്റെ സാധാരണ സ്ട്രെസ്സിലൂടെ ഓവർകം ചെയ്യാനും പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു കണ്ടീഷൻ, അതിനാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഡെയിലി ലൈഫിൽ എന്തൊക്കെ സ്ട്രെസ്സസ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? നമുക്ക് ഓഫീസിൽ പോവാണെങ്കിൽ അതിനെപ്പറ്റി ബസ് കിട്ടുമോ, അല്ലെങ്കിൽ ട്രാഫിക്കിൽ കുടുങ്ങി പോവോ, അതൊക്കെ ചെറിയ ചെറിയ സ്ട്രെസ്സസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലെ കാര്യമാണെങ്കിൽ നമ്മളെ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, അന്ന് രാവിലെ എന്താണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഉച്ചക്ക് എന്ത് ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ എന്താണ് നോർമലായിട്ട് ഉണ്ടാവുന്ന സ്ട്രെസ്സസ് ആണ്. അപ്പൊ ഇതിനൊക്കെ കോപ്പപ്പ് ചെയ്ത് വരാനും നമ്മുടെ വർക്ക്, അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാനും വേണ്ടി പറ്റുന്ന ഒരു കണ്ടീഷനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഏബിൾ ടു മേക്ക് കോൺട്രിബ്യൂഷൻ ടു ദെയർ കമ്മ്യൂണിറ്റി. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അല്ല, നമ്മുടെ ഒരു സാന്നിധ്യം, അതായത് നമ്മുടെ പ്രസൻസ് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇങ്ങനത്തെ ഉള്ളൊക്കെ ഒരു അവസ്ഥയ്ക്കാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് പറയുന്നത്. WHO ആണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് in which an individual realizes their abilities, can cope up with the normal stresses of life, can work productively and is able to make contribution to their community. അപ്പോൾ ഇതാണ് മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ. ഇനി കുറച്ച് മിസ്കൺസെപ്ഷൻസ് ആൻഡ് സ്റ്റിഗ്മ ഉണ്ട്. മിസ്കൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് തെറ്റിദ്ധാരണകൾ അല്ലെ? മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് കുറച്ച് തെറ്റിദ്ധാരണകൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. പിന്നെ സ്റ്റിഗ്മ എന്ന് പറയുമ്പം അപമാനം അല്ലെ? നമ്മൾ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും, എനിക്ക് മാനസിക രോഗമാണ്, അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്താണ്. അതുകൊണ്ട് എത്രയോ ആൾക്കാർ നമ്മളിൽ നിന്ന് ഈ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ മിസ്കൺസെപ്ഷൻ ആണ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഉള്ളത് നമുക്ക് നോക്കാം. മെന്റൽ ഹെൽത്ത് ഇസ് റയർ എന്നാ പറയുന്നത്. ആണോ? മെന്റൽ ഹെൽത്ത് റയർ ആണോ? അല്ല. യെസ്, ഇറ്റ്സ് കോമൺ. അതായത് ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതുപോലെ കോമൺ ആണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പൊ നമ്മളിപ്പോ മെന്റൽ ഹെൽത്ത് റയറാന്ന് പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ ഈ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കും. ഇത് റയർ ആണല്ലോ, അല്ല എനിക്ക് മാത്രമാണോ ഉള്ളത്, അപ്പൊ എനിക്ക് മാത്രമുള്ള ഒരു അസുഖമാണ്, അപ്പൊ എന്താ പിന്നെ പറയണ്ട, ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക. അപ്പം മെന്റൽ ഹെൽത്ത് ഇസ് നോട്ട് റയർ, ഇറ്റ്സ് കോമൺ ലൈക്ക് ഹൗ വി ആർ ഹാവിങ് ഫിസിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിൽ ഇഷ്യൂസ് ഉള്ളത് പോലെ തന്നെ മെന്റൽ ഹെൽത്തും കോമൺ ആണ്. അടുത്തൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ എ സൈൻ ഓഫ് വീക്ക്നെസ്. നമ്മുടെ വീക്ക്നെസ് കൊണ്ടാണോ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നത്? നമുക്ക് പേഴ്സണൽ ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണോ നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നത്? അല്ല. നോ. യെസ്, അല്ല. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ പേഴ്സണൽ ഫെയിലിയേഴ്സ് കാരണമോ ഉണ്ടാവുന്നതല്ല മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം അത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. പിന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ ഓൾവേസ് വിസിബിൾ.
എപ്പോഴും നമുക്ക് വിസിബിൾ ആയിട്ട് അപ്പാരന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റൂ എന്നാണ് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? അപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓൾവേസ് വിസിബിൾ ആണോ? ഓൾവേസ് വിസിബിൾ അല്ല. ഇറ്റ്സ് വിസിബിൾ ബട്ട് ഓൾവേസ് വിസിബിൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇറ്റ്സ് ഓൾവേസ് വിസിബിൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഓൺലി ക്രേസി പീപ്പിൾ ഹാവ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ? ക്രേസി പീപ്പിളിന് മാത്രമേ എന്തുണ്ടാവും? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ എന്തുണ്ടാവും? ഭ്രാന്ത് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ടേം, ഈ ടേം തന്നെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കേട്ടിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടിട്ടുണ്ടോ? അതായത് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അവൻ ക്രേസി ആണ്, അതുകൊണ്ടാണ് അവനക്ക് ഈ ഇഷ്യൂസ് വരുന്നത്. യെസ്, കേട്ടിട്ടുണ്ട്. യെസ്. അപ്പം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവര്, ക്രേസി പീപ്പിളിന് മാത്രമേ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറയുന്നത് ഇറ്റ്സ് റോങ്. അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ സീക്കിംഗ് ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാണ്. അതായത് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നമ്മൾ ഇതിൽ പരാജയപ്പെട്ടു പോയി. അതാണ് നമ്മൾ പ്രൊഫഷണൽസിന്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയുന്നത് എൻ്റെ ഒരു പരാജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് സഹായം തേടുന്നത് പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ? സെൽഫ് ലവ് ഉണ്ടാവില്ലേ? അപ്പൊ സെൽഫ് ലവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെയോ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എടുത്തോ പോകുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പം ഒരിക്കലും അത് എന്താ പറയാ, പരാജയം സമ്മതിക്കുന്നത് പോലെയല്ല. പിന്നെ ചിൽഡ്രൻ കാൺട്ട് ഹാവ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ആണോ? കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ലേ? ഇതിന് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന് പെർട്ടിക്കുലർ കാറ്റഗറി ഉണ്ടോ? കുട്ടികൾക്ക് മാത്രമേ ഇത് ഉണ്ടാവും, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ഉണ്ടാവും, ഓൾഡർ പീപ്പിളിന് മാത്രമേ ഇത് ഉണ്ടാവും? അല്ല. യെസ്, നോ, കുട്ടികൾക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന ഈ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പം അവര് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രെസ്സോ അവർക്ക് എന്തെങ്കിലും ഉള്ളില് ഒരു പേടിയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് അവരവിടെ ഹൈഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അതായത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികൾക്ക് ഉണ്ടാവില്ല, പിന്നെ നീ എങ്ങനെയാ ഇത് കാണിക്കുന്നത്? അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവര് എന്താ പറയാ, അവരെല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കും. പിന്നെ ഏർലി ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കറക്റ്റ് ടൈമിന് നമ്മൾ ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അവരിലേക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതൊരു മിസ്കൺസെപ്ഷൻ ആണ്, കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ മണി ആൻഡ് സക്സസ് ഗ്യാരണ്ടി ഗുഡ് മെന്റൽ ഹെൽത്ത്. അതായത് പൈസയും സക്സസും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഗുഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇസ് ഇറ്റ് ട്രൂ? അങ്ങനെയാണോ? നോ, അല്ലേ? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന് അങ്ങനെ ഒരു വേർതിരിവും ഇല്ല. മണി ഉള്ളവർക്ക് അതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സക്സസ് ഉള്ളവർക്ക് നല്ല മെന്റൽ ഹെൽത്ത് ആയിരിക്കും. നോ, ഇറ്റ് ഇസ് എ മിസ്കൺസെപ്ഷൻ. മണി ആൻഡ് സക്സസ് കാൺട്ട് ഗ്യാരണ്ടി ഗുഡ് മെന്റൽ ഹെൽത്ത്. ലൈക്ക് അത് വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അപ്പൊ മണിയും സക്സസും എന്താ ഗ്യാരണ്ടി ഗുഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ദെൻ മെഡിക്കേഷൻ ഇസ് ദ ഓൺലി സൊല്യൂഷൻ. ഇതിനുള്ള പരിഹാരം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനുള്ള പരിഹാരം വെറും മെഡിക്കേഷൻ ആണ്. അതായത് ഗുളികനെ കൊണ്ട് മാത്രമേ ഇത് മാറുള്ളൂ. ആണോ? ഗുളികനെ കൊണ്ട് മാത്രമേ ഇത് മാറുള്ളൂ? യെസ്, അല്ല. അങ്ങനെ പറയുന്ന സമയത്ത് മൈൽഡ് സ്ട്രെസ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ അനുഭവിക്കപ്പെടുന്ന ഈ സ്ട്രെസ്സോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമ്മളെ കേട്ട് കഴിഞ്ഞാലോ മാറുന്ന ചില വേദനകളും ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? അപ്പൊ മെഡിക്കേഷൻ മാത്രം കൊണ്ട് അതായത് സോൺലി മെഡിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. പ്ലസ് അത് തെറാപ്പീസും ഇതൊക്കെ കൊടുത്തിട്ടാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ റിക്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം മെഡിക്കേഷന് മാത്രം ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്.
പിന്നെ അടുത്ത ലാസ്റ്റത്തെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ. ഇപ്പോ ഒരു വ്യക്തി ഒരു ഇഷ്യൂ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനിക്ക് കുറെ കാലമായി അങ്ങനെ ഒരു ടെൻഷൻ പോലെ അല്ലെങ്കിൽ എന്തോ ഒരു സ്ട്രെസ് അനുഭവപ്പെടും. അപ്പൊ അത് അവള് അല്ലെങ്കിൽ അവന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയാണ്. അങ്ങനെയാണോ? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണോ? അല്ല, ഇറ്റ് ഇസ് നോട്ട് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ റിയൽ ആൻഡ് ഇറ്റ് ഇസ് എ ഫാക്ട് ദാറ്റ് എല്ലാവർക്കും ഏത് സമയത്തും വേണമെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കാണാൻ വേണ്ടി പാടില്ല. അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. സോ അതാണ് മിസ്കൺസെപ്ഷൻ ആൻഡ് സ്റ്റിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖമോ അല്ലെങ്കിൽ നമുക്കൊരു ആൻസൈറ്റിയോ നമുക്കൊരു സ്ട്രെസ്സോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയോ സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാ? സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട്. അപമാനം. അതായത് ഞാനിപ്പോ പോയിട്ട് കണ്ടു കഴിഞ്ഞാല് എന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അവരെന്താ പറയാ? യെസ്, സൊസൈറ്റി അവരെന്താ പറയാ? എനിക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ എന്താ പറയാ, എനിക്ക് ഒന്നിനും പറ്റില്ല, അവനക്ക് സമൂഹത്തിൽ ഒരു വാല്യൂ ഇല്ല. ഈ ഒരു സ്റ്റിഗ്മയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അതായത് എത്രത്തോളം നമ്മൾ മെന്റൽ ഹെൽത്തിന്, അതായത് ഫിസിക്കൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് മിസ്കൺസെപ്ഷൻ ആൻഡ് സ്റ്റിഗ്മ അബൌട്ട് മെന്റൽ ഹെൽത്ത്. ഇനി അടുത്ത സ്ലൈഡ് നോക്കാം. ആർ വി ഗിവിംഗ് എ പ്രയോറിറ്റി? ഇത് നിങ്ങളോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് പറയാം. അതായത് ഇവിടെ എത്ര പേരുണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്, അതായത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? നോക്കട്ടെ ഞാൻ. Farzana, it's me also, ma'am. I'm giving importance to my health Yes, and also good, for good. my mind also. Good. Happy to hear that. Happy to hear that. Not regularly, obviously. Okay. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു തലവേദനയോ കാലുവേദനയോ കൈവേദനയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ഡോളോ പാരസെറ്റമോളോ എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ കഴിക്കുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമുക്കൊരു പേടിയാ പനി കൂടിപ്പോവോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് പനിച്ചു കഴിഞ്ഞാൽ വേഗം അവരെ പനി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം കാര്യം ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയോ ഒരു ടെൻഷനോ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എന്നുള്ളത്. ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കുറെ ഏരിയാസിൽ നമ്മൾ അത് എഫക്ട് ചെയ്യും. ഏതൊക്കെയാന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയാണ് ഫസ്റ്റ് അത് എഫക്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ രണ്ട് സാധനവും ഇന്റർകണക്റ്റഡ് ആണ്. ഇന്റർകണക്റ്റഡ് ഇൻ ദ സെൻസ്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അത് ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരു ടെൻഷൻ, അതായത് എനിക്കിപ്പോ സ്റ്റേജിൽ കയറി സ്പീച്ച് പറയാനുള്ള ഒരു ടെൻഷൻ എനിക്ക്. ആ സമയത്ത് ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ ആ വ്യക്തി എന്തൊക്കെ ടെൻഷനിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത്, എന്തൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ആളിലേക്ക് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെ ഫിസിക്കൽ സിംറ്റംസ് നമുക്ക് അനുഭവപ്പെടും ആ സമയത്ത്. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം മൊത്തത്തിൽ അങ്ങ് മാറി മറിയും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇൻക്രീസ് ആവും. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആയി നമുക്കത് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ആ സൗണ്ട് പുറത്തേക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അത്ര തരത്തില് ഫിസിക്കൽ സിംറ്റംസ് നമ്മളെ അത് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനിലുള്ള ചേഞ്ചസ്. എങ്ങനെ? നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, നമുക്കൊരു ഗ്യാസ് ഒക്കെ വരുന്നത് പോലെ ഫീൽ ചെയ്യും. ചിലപ്പോൾ ബാത്റൂം പോകണമെന്നൊക്കെ ഉള്ള ഫീൽ ഉണ്ടാവും. പിന്നെ മസിൽ ടെൻഷൻ കൂടും. ഇതൊക്കെ എന്തുകൊണ്ടാ? ഈ ഒരു ടെൻഷൻ കാരണമാണ് ഇതൊക്കെ ഫിസിക്കൽ ഹെൽത്തിനെ കാണിക്കുന്നത്. അപ്പം മെന്റൽ ഹെൽത്ത് ഓൾവേസ് കണക്റ്റഡ് ടു ഫിസിക്കൽ ഹെൽത്ത് ആണ്. അപ്പൊ നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെയും അത് ബാധിക്കും. പിന്നെ വേറെ ഏത് ഏരിയയിലാണ് അത് ബാധിക്കുക എന്ന് വിചാരിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ കൊലീഗ്സ്, ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയും അതെന്ത് ചെയ്യും? നല്ല രീതിയിൽ ബാധിക്കും. എങ്ങനെ? നമുക്ക് ആരോടൊന്നും സംസാരിക്കാൻ ഒന്നും ഒരു മൂഡ് ഉണ്ടാവില്ല.
എന്തിനാ അവൾ ഇപ്പം സംസാരിക്കുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ അവരുമായിട്ടുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ലോ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രയോറിറ്റി കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഏരിയാസിലൊക്കെ എഫക്റ്റ് ആവും. ഒന്ന് ഫിസിക്കൽ ഹെൽത്തില്, പിന്നെ റിലേഷൻഷിപ്പില്, പിന്നെ ഉള്ള ഒരു ഏരിയ ആണ് വർക്ക് പ്ലേസ്. വർക്ക് ആയിക്കഴിഞ്ഞാലും അക്കാഡമിക് പ്ലേസിലും. ഇതെങ്ങനെയാ ഈ വർക്കും അക്കാഡമിക്കിലും നമ്മളെ എഫക്റ്റ് ആക്കുക? നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറയും. നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. വർക്കിന് പോയി കഴിഞ്ഞാൽ അവിടെയും സ്ട്രെസ് ആയിരിക്കും. മാനേജർ, എംപ്ലോയീസ്, കൊളീഗ്സ്, ഇങ്ങനത്തെ വർക്കിംഗ് ഹവേഴ്സ്, ഇതൊക്കെ ആലോചിച്ച് നമ്മൾ അവിടെയും നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കൂട്ടും. എന്തായാലും നമുക്ക് നല്ലൊരു വർക്ക് എൻവയോൺമെന്റോ അല്ലെങ്കിൽ അക്കാഡമിക് എൻവയോൺമെന്റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എന്താ കാരണം? എന്താ? നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ ഇവിടെ പ്രയോറിറ്റി കൊടുത്തില്ല. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ അതിന് കോപ്പ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇവിടെ കൊടുത്തില്ല. അപ്പം മേക്ക് യുവർ മെന്റൽ ഹെൽത്ത് എ പ്രയോറിറ്റി. ഇനി കൊടുക്കാത്തവരാണെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ എല്ലാവരും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മളെ ഇമ്പാക്ട് ചെയ്യാന്ന്, ആ ഏരിയാസ് ഒക്കെയാണ് ഇത്. ഫിസിക്കൽ ഹെൽത്തിന്, റിലേഷൻഷിപ്പ്, വർക്ക് പെർഫോമൻസ്. അപ്പം ഇനി മുതൽ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കില്ലേ? കൊടുക്കുവോ? എല്ലാവരും ഇല്ലേ? കേൾക്കുന്നില്ലേ? ബോറടിക്കുന്നുണ്ടോ? യെസ്, എല്ലാവരും യെസ് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ 3 ഏരിയാസിലാണ് കൂടുതലായിട്ട് നമുക്ക് മെന്റൽ ഹെൽത്ത് ഇമ്പാക്ട് ചെയ്യുക. അതായത് മെന്റൽ ഹെൽത്തിനുള്ള കെയർ കൊടുത്തില്ലെങ്കിൽ ഈ 3 ഏരിയാസിലേക്കാണ് കൂടുതലായിട്ട് ഇമ്പാക്ട് ചെയ്യുക. ദെൻ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് കോമൺ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇവിടെ ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തത് ചേഞ്ചസ് ഇൻ മൂഡ്. നമ്മുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആവും. എങ്ങനെ? അതായത് നമുക്ക് റീസൺ അറിയുന്നുണ്ടാവില്ല കേട്ടോ. നല്ല എൻവയോൺമെന്റ് ആയിരിക്കും, നമ്മുടെ ചുറ്റുപാടൊക്കെ ഹാപ്പിനെസ് ഉള്ള എൻവയോൺമെന്റ് ആണെങ്കിലും സ്റ്റിൽ നമുക്കൊരു ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മൂഡ് എപ്പോഴും ഒരു ഇറിറ്റബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ ഹാപ്പി ആയിട്ടോ, ഈ ഹാപ്പി ആയിടുത്തുന്നില്ലേ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും കേട്ടോ. സാഡിലേക്കും ആങ്കറിലേക്കും ഇറിറ്റബിലിറ്റിയിലൊക്കെ ഇത് സ്വിച്ച് ചെയ്യും. അതൊരു സൈൻ ആണ്, മെന്റൽ ഹെൽത്തിന്റെ സൈൻ ആണ് ചേഞ്ചസ് ഇൻ മൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സോഷ്യൽ വിഡ്രോവൽ. ഇത് എന്താ പലർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. സോഷ്യൽ വിഡ്രോവൽ എങ്ങനെ നമുക്ക് മനസ്സിലാവും ചോദിച്ചാൽ, ഒരു സോഷ്യൽ ഗാദറിങ്ങോ എന്തെങ്കിലും ഒരു കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു സോഷ്യൽ ഗാദറിങ്ങിൽ നമുക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ അവിടെ പോയിട്ട് ഇനി കുറെ ആൾക്കാരുടെ മുഖത്ത് ഫേസ് ചെയ്യണമല്ലോ, അവരുടെ കുറെ ചോദ്യങ്ങൾ കേൾക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളൊരു സോഷ്യൽ ബീങ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇൻ ദ സെൻസ് സെൽഫായിട്ട് ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ സോഷ്യൽ വിഡ്രോവൽ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ഗാദറിങ്സിലോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇടപെടാത്ത സമയത്ത് നമുക്കൊരു ഒറ്റപ്പെട്ട ഫീൽ, ഒരു എന്താ പറയുക ലോൺലിനെസ്, അതൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ സോഷ്യൽ വിഡ്രോവൽ ഒരു സൈൻ ആൻഡ് സിംറ്റം ആണ് മെന്റൽ ഹെൽത്തിന്റെ. അടുത്തത് ചേഞ്ചസ് ഇൻ സ്ലീപ്പ് പാറ്റേൺസ് ആൻഡ് അപ്പറ്റൈറ്റ്. അതായത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും. ഉറക്കത്തിന് എങ്ങനെ ബാധിക്കും? ചില ആൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറക്കേ ഉണ്ടാവില്ല. ആ സ്ലീപ്പ് പാറ്റേൺ അങ്ങനെ തന്നെ ഫുൾ ആയിട്ട് മാറും. ഈ 8 to 9 hours ഉറങ്ങുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടെ എണീച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ അങ്ങനെയുള്ള ഒരു സ്ലീപ്പായി മാറും. ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാതെ അല്ലെങ്കിൽ നല്ലൊരു സ്ലീപ്പ് കിട്ടാതെ സ്ലീപ്പ് പാറ്റേൺസിൽ നമുക്ക് ചേഞ്ചസ് അനുഭവപ്പെടും. പിന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ ചില ആൾക്ക് വിശപ്പേ ഉണ്ടാവില്ല. ചില ആൾ നല്ലോണം സ്ട്രെസ് വരുമ്പോൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് നല്ലോണം ഫുഡ് കഴിക്കുന്നത്. അതും ചേഞ്ചസ് ആണ്. ഇതൊക്കെ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലായിരിക്കെങ്കിലും അല്ലെങ്കിൽ നമുക്കോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഫെറ്റീഗ് ആൻഡ് ലോ എനർജി. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, എപ്പോഴും ഒരു മടി, ഒരു അലസത, ലോ എനർജി ആയിരിക്കും, ഒന്നിനോടും ഒരു താല്പര്യമില്ല, എപ്പോഴും ഒരു ലോ എനർജിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. പിന്നെ ഇൻക്രീസ്ഡ് സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക ഈ അൺഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലാണ്.
ഈ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഡ്രഗ്സോ ആൽക്കഹോൾ അങ്ങനത്തിലൊക്കെ നമ്മൾ ഡിപ്പെൻഡന്റ് ആയിപ്പോ. കാരണം നമുക്ക് ഇവിടുന്ന് ഒരു എന്താ പറയാ ഒരു റിലീഫ് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് അൺഹെൽത്തി. അങ്ങനെ അത് നമ്മളെ അതും എഗെയിൻ നമ്മുടെ ഹെൽത്തിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഈ സബ്സ്റ്റൻസ് യൂസിൽ നമ്മൾ ഏർപ്പെട്ടു പോകും. പിന്നെ സെൽഫ് ഹാം ഓർ സൂസൈഡൽ തോട്ട്സ്, സ്വന്തം മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തം വേദനിപ്പിക്കുക. പിന്നെ സൂസൈഡൽ തോട്ട്സ്, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണോ? നോ. എല്ലാ കാര്യത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ തോട്ട്സും ഇങ്ങനത്തെ സെൽഫ് ഹാമിങ് ബിഹേവിയർ ഒക്കെ നമ്മളിൽ കൂടുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എക്സസീവ് വെറി ഓർ ആൻസൈറ്റി, ആവശ്യമില്ലാതെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക, നമുക്ക് അറിയുന്നില്ല എന്താ റീസൺ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര വെറി, ആൻസൈറ്റി, ഇതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വല്ലാണ്ട് നെഞ്ഞിടിപ്പ് കൂടുന്നു, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് വല്ലാണ്ട് ബാധിക്കുന്നു, സ്ലീപ്പിനെ ബാധിക്കുന്നു, നമ്മുടെ ഫുഡ് ടേക്കിങ്ങിനെ ബാധിക്കുന്നു, നമ്മുടെ മൂഡിനെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് മെന്റൽ ഹെൽത്ത് ആണ്. അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, എങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാം? ഒരു വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നോ. സുമി നോ ആണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാം. ഇതൊരു അപ്രോച്ച് ആണ്, ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ബയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ഡയറ്റ്, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്. സൈക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ സൈക്കോ എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന രീതി, അതിനുണ്ടാകുന്ന ഇമോഷൻസ്, അതിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് സൈക്കോയിൽ പറയുന്നത്. പിന്നെ സോഷ്യൽ എന്താ പറയുന്നത്, സോഷ്യൽ കണക്ഷൻ. അപ്പൊ ഈ 3 ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ 3 ആംഗിളിൽ ഇതൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. സ്ലീപ്പ് ഉണ്ട്, ഡയറ്റ് ഉണ്ടോ, എക്സസൈസ് ഉണ്ടോ, എന്റെ ചിന്തിക്കുന്ന രീതി, എന്റെ ശൈലി എങ്ങനെയാണ്, ചിന്തയുടെ ഇമോഷൻസ് എങ്ങനെയാണ് വരുന്നത്. ഒരു ഇമോഷൻ വരുമ്പോൾ, ഞാൻ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എനിക്ക് ഒരു ഇമോഷൻ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്, എനിക്ക് നല്ല സോഷ്യൽ കണക്ഷൻ ഉണ്ടോ, ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ നല്ലോണം നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ആണോ എനിക്കുള്ളത്. ഇതൊക്കെ ഈ 3 ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏത് 3 ആംഗിളാണ് ഞാൻ പറഞ്ഞത്? ബയോ, സൈക്കോ, സോഷ്യൽ. ഇപ്പോ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയില്ലേ എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്? കിട്ടിയോ? സുജ്ന, ഐ വിൽ കം ടു യു. ലൈക്ക് ഐ ഹാവ് സീൻ യുവർ മെസ്സേജ്. നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് അവർ സെൽഫിലുള്ള ഒരു അപ്രോച്ച്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. എന്തൊക്കെ കോപ്പിംഗ് സ്ട്രാറ്റജീസ്, അതായത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ കോപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എസ്റ്റാബ്ലിഷ് എ റുട്ടീൻ. നമ്മളൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയുള്ള റുട്ടീൻ ആയിരിക്കണം? റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ രാവിലെ എണീച്ച് ഒരു ദിവസം രാത്രി വരെ എന്തൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് വേറെ എന്ത് കാര്യമാണ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസോ അല്ലെങ്കിൽ റുട്ടീനോ നമ്മൾ ഉണ്ടാക്കി തുടങ്ങണം. ഇതുവരെ ഉണ്ടാക്കാത്തവര് അത് ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഒരു റൊട്ടീൻ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ രണ്ടാമത്തേത് കണക്ട് വിത്ത് അതേഴ്സ്. ഈ കണക്ട് വിത്ത് അതേഴ്സ് എല്ലായിടത്തും കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്തിനാ ഉള്ള എല്ലാം കണക്ട് വിത്ത് അതേഴ്സ്, സെൽഫായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ മറ്റുള്ളവർ. ഈ കണക്ട് വിത്ത് അതേഴ്സ് എന്നുള്ളത് ഒരു ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്, സോഷ്യൽ ബീങ് ആണ് അല്ലെ. അപ്പോ നമുക്ക് ആളുകൾ ആയിട്ട് ഇടപെടാതെ ജീവിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല, ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ. അവിടെ കുറെ കാര്യങ്ങൾ, കുറെ സ്കിൽസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് കണക്ട് ആവുമ്പോൾ. അപ്പൊ കണക്ട് വിത്ത് അതേഴ്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറെ നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു ലോൺലിനെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ എന്ത് ചെയ്യും, അലട്ടും. നമ്മൾ ഒറ്റക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഒറ്റക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും അവസ്ഥ?
ഗോട്ട് ഇറ്റ്. യെസ്. അപ്പം ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ് അല്ലെങ്കിൽ മിംഗ്ലിംഗ് വിത്ത് അതേഴ്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. ഇതെന്താ ഈ സെൽഫ് കമ്പാഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കാൻ? നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യില്ലേ? ഹ്യൂമൻ ബീങ്സ് ആണ്, തെറ്റ് ചെയ്യും. ഈ തെറ്റ് നമ്മൾ അറിഞ്ഞ് നമ്മളെ ഫോർഗീവ് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലേ? നമ്മളെ ഫോർഗീവ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ ഫോർഗീവ് ചെയ്യുക? അപ്പം നമ്മളത് മനസ്സിലാക്കി നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മളെ മിസ്റ്റേക്സ് നിന്ന് പഠിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് നമുക്ക് ഓരോ പാഠങ്ങളാണ് തരിക, അല്ലെ? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ ഫോർഗിവ്നെസ് നമുക്ക് തന്നെ കൊടുക്കണം. അതിൽ സെൽഫ് ലവ് ഉണ്ടാവും, സെൽഫ് കെയർ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നെ ഹെൽത്തി സ്ലീപ്പ് ഹാബിറ്റ്സ് നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? ഒരു 8 to 9 അല്ലെങ്കിൽ 7 to 8 എന്നുള്ള ഹവേഴ്സ് ആ ഒരു സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അല്ലാതെ 2 മണിക്കൂർ ഉറങ്ങി പിന്നെ എണീച്ച് പിന്നെ എന്തെങ്കിലും മൊബൈലോ ഇതൊക്കെ കാര്യങ്ങളോ നോക്കി, അങ്ങനെയുള്ള ഒരു എന്താ പറയാ അൺഹെൽത്തി ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് ഹാബിറ്റ്സും ഹെൽത്തി ന്യൂട്രിയൻസും, അതായത് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് കഫെയിൻ ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ലാസ്റ്റ്, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇതാണ് നമ്മൾ എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇതാ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ നിസ്സാരമായിരിക്കും. നിസ്സാരം ഇൻ ദ സെൻസ് ഒരാൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ട പ്രശ്നമായിരിക്കും. അതും ഈവൻ വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതവിടെ ശ്രദ്ധിക്കണം. കേൾക്കുന്നത് വെറുതെ കേട്ടിരുന്നാ പോരാ. ആക്റ്റീവ് ലിസണിങ് പ്ലസ് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത കേൾക്കുന്ന ഒരാളായിരിക്കണം. അപ്പം പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താം? നമുക്ക് ആ പ്രശ്നത്തിനെ മനസ്സിലാക്കാം, പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ലൈഫിൽ നിന്ന് വിട്ടുമാറാത്തത്, എന്തൊക്കെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഈ പ്രശ്നം മാറാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ പ്രൊഫഷണൽ ഹെൽപ്പിലൂടെ സാധ്യമാണ്. അപ്പം ഇതാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ്, നമ്മുടെ 3 ഹോമാണ്. ഒന്ന് നമ്മുടെ ബോഡി, നെക്സ്റ്റ് വൺ ഇസ് എർത്ത്, തേർഡ് വൺ ഇസ് മൈൻഡ്. ഈ 2 സാധനത്തിന്, ഈ ബോഡിക്കും എർത്തിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അല്ലെ? ടേക്ക് കെയർ ചെയ്യണ്ടേ? ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് സ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ലേൺ വൈസിൽ ഒരു ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ലേണേഴ്സിന് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്, അല്ലെ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രെസ്സോ ഈവൻ ഹാപ്പിനെസ് മൊമെന്റ്സ് പോലും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്പേസ് ആണ് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഹാപ്പിനെസ് അംബാസഡർ. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, അത് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇതിനെന്താ നമ്മൾ ചെയ്യുക? നിങ്ങളുടെ മെന്റേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും, അല്ലെ? ലിങ്ക് അയച്ചു തന്നിട്ടില്ലേ? അയച്ചു തന്നിട്ടുണ്ടോ? യെസ്, അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ടൈമും ഡേറ്റും ഒക്കെ അതിലുണ്ടാവും. ആ ടൈമും ഡേറ്റും നിങ്ങൾ നോക്കി, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണോ ഡേറ്റ് ആണോ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് സെഷൻ ബുക്ക് ചെയ്യാം. അങ്ങനെ സെഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിൽ ഒരു ലിങ്ക് വരും. അതായത് ആ ലിങ്ക് ത്രൂ ആണ് നമ്മൾ മീറ്റ് ചെയ്യുക, ഹാപ്പിനെസ് അംബാസഡറുമായിട്ട് മീറ്റ് ചെയ്യുക ആ ലിങ്ക് ത്രൂ. അപ്പം ഇനി അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കണോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലിങ്കിലൂടെ സെഷൻ ബുക്ക് ചെയ്യാം. അപ്പം മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായോ? So with that we are coming to an end of this slide. Thank you. അപ്പം എല്ലാവരും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈ സെഷൻ കഴിഞ്ഞത് മുതൽ എല്ലാവരും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് വിശ്വസിച്ചൂടെ? വിശ്വസിക്കാമോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സെഷൻ ബുക്ക് ചെയ്യാം. ഇനി അക്കാഡമിക് ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മെന്റേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് പുറമെ അക്കാഡമിക് സ്ട്രഗിൾസോ അല്ലെങ്കിൽ പേഴ്സണൽ സ്ട്രഗിൾസോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നോട്. അതായത് ആ
ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ മീറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് നമ്മളത് കാണുക. അപ്പം അങ്ങനെ സെഷൻ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സംസാരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ഹാപ്പിനെസ് അംബാസഡർ. അപ്പൊ എല്ലാവരും ചെയ്യില്ലേ? ചെയ്യാം. ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഇല്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായി അല്ലേ? മെന്റൽ ഹെൽത്തിന്റെ ലൈക്ക് നിങ്ങളെ ഓൾ ഓക്കെ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലേ. അപ്പം ചിന്തിച്ചായിരുന്നോ ലൈക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ? യെസ് മാം, ചിന്തിച്ചായിരുന്നു. ഓക്കെ, അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യാനല്ലേ ലേൺ വൈസ് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത്? യെസ്, മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഫുൾ സ്ട്രെസ്ഡ് ആണ്. അതെന്താ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നിയത്? ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷമാണോ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നിയത്? ഗംഗ വിൽ ടോക്ക് അബൌട്ട് ദിസ് പേഴ്സണലി. എന്ത് പറയുന്നു? സത്യത്തില് ഞാൻ ഈ ലേൺ വൈസില് ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ആദ്യം പറഞ്ഞത്. കാരണം വേറെ ഒരു ഇതിന് ഇല്ലാത്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും ആദ്യം എടുത്തു പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുള്ള എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അതെ, യെസ് യെസ്, ഈവൻ ഐ ആം ഓൾസോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇനിഷ്യേറ്റീവ്. അതായത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ലേണേഴ്സിന് അത് എന്താ പറയാ നമുക്കൊരു ബലവും കൂടിയാ അല്ലേ? ആരോടത്തേക്ക് പോയിട്ട് പറയാലോ, നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നുള്ളത് നമുക്കൊരു ധൈര്യം തന്നെയാണ്. അപ്പം അതെന്തായാലും യൂട്ടിലൈസ് ചെയ്യാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഡിപ്രഷനെ പറ്റി ഒന്ന് പറയാം, അത് നമുക്ക് വേറൊരു സെഷനിൽ അതിനെ പറ്റി തന്നെ പറയാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ഇപ്പം BA ഇംഗ്ലീഷ് എടുക്കുന്ന പറയുമ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്നെ അത് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്, അയ്യോ അതെങ്ങനെയാ, ഗ്രാമർ ഒരുപാടുണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, ബ്രിട്ടീഷ് ഇതുണ്ട്, എങ്ങനെ നീ എടുക്കും? ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ എന്നിട്ട് പോലും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു കൺഫ്യൂഷൻ വരികയാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വരുന്നത്. അത് എങ്ങനെ ഞാൻ മറികടക്കണം മാം? എനിക്ക് അതൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ ഞാനൊരു ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഹാപ്പിനെസ് അംബാസഡർ ആയിട്ടുള്ള സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോവാം. ലൈക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പം എന്താ അതെടുക്കണം, BA ഇംഗ്ലീഷ് ആണ് ആഗ്രഹമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളും അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യമാണോ അത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ അതിൽ ടെൻഷൻ അടിക്കുന്നത്? അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്? മറ്റുള്ളവരുടെ വാക്കിനോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ സെൽഫിനെ നമ്മൾ അവിടെ അടിച്ചമർത്തുകയല്ലേ ചെയ്യുന്നത്? ആണോ? യെസ്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അങ്ങനെയാണോ? നമ്മുടെ സെൽഫിനെ നമ്മൾ അടിച്ചമർത്തുകയാണോ വേണ്ടത്? ഒരിക്കലും. യെസ്. അപ്പം എന്താ ഫോളോ യുവർ ഹാർട്ട് എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ലൈക്ക് നമുക്ക് എന്താണോ തോന്നുന്നത്, ഏത് ചെയ്തു കഴിഞ്ഞാലാണ് ശരിയാവുക, അല്ലെങ്കിൽ നമുക്ക് ഏതിനോടാണോ ഇഷ്ടം അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. മാം, ഞാൻ രേഷ്മയാണ്. എനിക്ക് ആക്ച്വലി മാമിനോടല്ല ബാക്കിയുള്ളവരോടാ പറയാനുള്ളത്. ഞാനൊരു 2-3 സെഷൻസ്, 3-4 സെഷൻസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാമിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ അങ്ങനെ ലേണേഴ്സ് എനിക്ക് അങ്ങനെ തുറന്നു അറിയുന്നോണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. ഞാൻ അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ പേഴ്സണലി ഭയങ്കര സ്ട്രെസ്ഡ് ആയ സമയത്ത്, കുറച്ച് ഓവർ തിങ്കിങ്ങും ആയ സമയത്താണ് ഞാൻ മാമിന്റെ അടുത്ത് എത്തുന്നത്. എനിക്ക് തന്നെ അറിയാം കുറെ കാര്യങ്ങൾ ഓവർ തിങ്കിങ് ആണ്, ബട്ട് ചില സമയത്ത് നമുക്ക് അങ്ങനെ ആണെങ്കിലും നമുക്ക് റിയലൈസ് ചെയ്ത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. എനിക്കൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് മാം. അതായത് ഇപ്പൊ ചിലർക്ക് കുറച്ച് ഞാൻ കണ്ട ചില കൗൺസിലേഴ്സ് അവർക്ക് കുറച്ച് റിജിഡ് കൺസെപ്റ്റ്സ് ഉണ്ട്. അവര് ഇതാണ് ശരി, ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. പക്ഷെ മാമിന് അത് വളരെ കുറവാണ്. മാം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ അഫക്റ്റഡ് ആണെങ്കിൽ മാം ഒരിക്കലും എന്തുകൊണ്ട് അഫക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളെ അത് അയാൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ, ഇയാൾ ട്രിഗേർഡ് ആയതുകൊണ്ടല്ലേ എന്നുള്ള ഒരു സാധനത്തിന് അതിലല്ല മാം നിന്നത്. എന്തൊക്കെ സിറ്റുവേഷൻ ആയാലും നമ്മൾ നിൽക്കേണ്ട ഒരു ബേസ് ഉണ്ട്. നമ്മൾ എങ്ങനെ നിൽക്കണം, നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ എന്തെല്ലാം ക്വാളിറ്റീസിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഞാൻ ഇപ്പോഴും ഈ പറയും പോലെ ആ പേര് പോലെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ഒരു റീസൺ ആ സെഷൻസ് ആണ് ആക്ച്വലി. താങ്ക് യു സോ മച്ച്. എനിക്കിത് ഇവിടെ താങ്ക് യു പറയണമെന്ന് രേഷ്മ. തോന്നി. താങ്ക് യു രേഷ്മ. ഓരോ സൈഡിലും ആൾക്കാർ കിട്ടിയ ചാൻസിന് ആളങ്ങ് പൊന്തിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലെ. ലൈക്ക് രേഷ്മ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ നമ്മൾ സോഷ്യൽ പേപ്പർ ആയതുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസ് നോർമലി നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ആയിരിക്കും ബേസിക്കലി. ചിലപ്പോൾ ഒരു അത് വർക്കിന്റെ സ്ട്രെസ് കൊണ്ടായിരിക്കും. പക്ഷെ ഇത് നമുക്ക് ലൈഫിൽ ഇത് ഉടനീളം കൊണ്ടു നടക്കാതെ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ ചാൻസ് ഉണ്ടോ? സ്ട്രെസ്സിനെ മാറ്റിയെടുക്കാനുള്ള കോപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഉണ്ടോന്നാണോ ജേസൺ ചോദിച്ചിട്ടുള്ളത്? യെസ് യെസ് ഓബിയസ്ലി. യെസ് ഒബ്വിയസ്ലി ഉണ്ട്. അത് നമ്മൾ എന്താണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് വർക്ക് പ്ലേസിൽ എത്തുമ്പോൾ സ്ട്രെസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ. നമുക്ക് ഈ സ്ട്രെസ് വരുമ്പോൾ, അതായത് ഈ എന്താ പറയുക, ജോലി സംബന്ധമായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം കൂടുതലായിട്ട് വരും. അതെന്താ ചെയ്യാൻ പറ്റും? സ്ട്രെസ് വരുമ്പോൾ ദേഷ്യം വരുന്നു. സ്ട്രെസ് എന്ന് വെച്ചാൽ നമ്മുടെ ജോബ്, ഇപ്പൊ ഞാനാണ് ഫാർമസി ഫീൽഡാണ്, പക്ഷെ എന്റെ സെൽഫ് ഇത് തന്നെയാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ തിരക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. ഇതിന്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജോലിയിൽ പോകുന്നെങ്കിലും ദേഷ്യം പെട്ടെന്ന് വരും. അത് കസ്റ്റമർ ഹെയ്റ്റ് ഉണ്ടാക്കാൻ ഒരു ചാൻസ് ആണ്. നമുക്ക് ഉണ്ടാകുന്ന ജോലികൾ വരുമ്പോ പെട്ടെന്ന് ഒന്നില്ലേ, നമുക്ക് ചിലപ്പോൾ എക്കണോമിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പേഴ്സൺ മാറ്റമായിരിക്കും, സംടൈംസ് ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഈ സമയമെല്ലാം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഇഷ്യൂ ആവും. കുറെ ആയോ അങ്ങനെ തുടങ്ങിയിട്ട്? അല്ലെങ്കിൽ എങ്ങനെ വർക്ക് പ്ലേസിൽ? അങ്ങനെ വർക്ക് പ്ലേസിലാണ് കൂടുതൽ. പിന്നെ അത് വീട്ടിലോട്ടാകുമ്പോഴും അതിന്റെ എന്താ പറയുക, അതിന്റെ ബാക്കി ഉണ്ടാകും. ആ ഒരു ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇതാവും, പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഇതാവും. കാര്യം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജോബിന്റെ ഇതായിട്ടായിരിക്കാം എങ്ങനെ. എന്നാൽ വേറെ ആരും നമ്മളോട് ഇങ്ങോട്ട് സ്ട്രെസ് ചെയ്യാനുള്ള ഇതല്ല, നമ്മുടെ ബിസിനസിന്റെ പാർട്ട് തന്നെയായിട്ട് തിരക്കുകൾ വരുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ടൈം റീച്ച് എത്താൻ പറ്റാതെ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ ആ ടൈം തികയാതെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഇതാണ് പെട്ടെന്ന് ദേഷ്യം പിന്നെ വരുന്നത്. എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും നമ്മൾ ആ സമയം ആലോചിക്കുന്നത്. ഓക്കെ, മേ ബി വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ് റിലീഫ് ചെയ്യുന്നത് ഈ ഒരു ആങ്കറിലൂടെ ആവാം അല്ലേ? അതെ അതെ, അതുണ്ടാവും. ഇപ്പോഴും ഞാൻ ഓൾറെഡി ഇവിടെ ഷോപ്പിലാണ്, അപ്പോഴും കസ്റ്റമർ വരുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇത് ലിസൺ ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈമിലാണ് കൂടുതലും ഉണ്ടാകാൻ പറ്റുന്നത്. ആ സമയത്ത് നമുക്ക് ശരിക്കും പിടിച്ചിരിക്കാൻ തന്നെ ചില സമയത്ത് വലിയ പാടാണ്. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ചിന്തിച്ചിട്ടുണ്ടോ ലൈക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അത് റിയാക്ട് ചെയ്യുമ്പോ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അതെന്നെ എഫക്ട് ചെയ്യുമോ? എന്നെ മെന്റലിയും ഫിസിക്കലി എഫക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇത് മാറ്റണം, ഈ ആങ്കർ ഇഷ്യൂ. പക്ഷെ ഉണ്ടാവും ചിലപ്പം. അത് ആങ്കർ ഇഷ്യൂ ഉണ്ടെന്ന് പറയാൻ അത് ചിലപ്പോൾ കസ്റ്റമറിനെ തന്നെ നമ്മളായിട്ട് ഹേറ്റ് ആക്കും. കസ്റ്റമറിന്റെ മുന്നിൽ തന്നെ അത് പെട്ടെന്ന് വിസിബിൾ ആവും. ആ രീതിയിലായിരിക്കും നമ്മുടെ ആ എന്താ പറയുക അവരോടുള്ള അപ്രോച്ച്. അവർക്ക് കാണുമ്പോഴേ അറിയാമല്ലോ ഒരാൾ പെട്ടെന്ന് നമ്മൾ. ഇതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇത് ട്രിഗർ ചെയ്യാനുള്ള ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതൊരു ഹെൽത്തി വേയിലൂടെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ലൈക്ക് അത് ജോലിയും അല്ലാതെ എഫക്റ്റ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ലൈക്ക് ഇപ്പൊ ഒരു കസ്റ്റമർ വരുമ്പം ആങ്കർ ആ ഒരു ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അല്ലെ? ബുദ്ധിമുട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈവൻ നമ്മൾ ആ ഒരു
കസ്റ്റമറായിട്ട് തന്നെ നമ്മളോട് കാണിച്ചാൽ നമുക്ക് ചെയ്യത്തില്ലല്ലോ. ആ അതെ ഈവൻ നമ്മൾ ഇതുപോലെ വേറെ ഒരു കസ്റ്റമറായിട്ട് നമ്മൾ ചെല്ലുന്ന ടൈം അവരങ്ങനെ ഒരു ബിഹേവിയർ നമ്മളോട് കാണിച്ചാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവൂ? ഇല്ല. ഇല്ല കറക്റ്റ്. അയാൾക്ക് ഓക്കെ, എന്തെല്ലാം അപ്പൊ പേഴ്സണൽ മാറ്റമുണ്ടെങ്കിൽ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതെ അപ്പൊ ഈ ഇൻസൈറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഈ സ്പെസിഫിക് സിറ്റുവേഷനിൽ വരുമ്പോൾ ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നു അതൊക്കെ ഉണ്ടാവും. എന്നുള്ളതാണ്. അതെ ആ അതെ 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 നമുക്കത് അതെ. മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് ഇതിന്റെ റീസൺ? ചിലപ്പം എന്തെങ്കിലും മേ ബി ഉള്ളിൽ എന്തെങ്കിലും സ്ട്രെസ്സോ ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും വിഷമങ്ങളോ അത് ചിലപ്പം ആളിലേക്ക്, അതായത് ഈ ഒരു ആങ്കർ കാണിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ പ്രോസസ് ചെയ്യുന്നതിലൂടെ കുറച്ചൊരു റിലീഫും ആ ഒരു ഇതും കിട്ടുന്നുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കണം എന്ത് ഉം. ആങ്കർ കാണിക്കുന്നത്. പക്ഷെ നമ്മളത് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കണം. ഫ്രീ ആയിട്ടുള്ള ടൈം നമുക്ക് സെഷൻ എടുത്താലോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആ ഓക്കെ, അപ്പം ബുക്ക് ചെയ്യണം കേട്ടോ. ഇനി ഈ ഒരു ഓക്കെ. എന്താ പറയാ ഓറിയന്റേഷൻ ഹാപ്പിനെസ് അംബാസഡറായി അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടാന്നുള്ള ഇതിൽ നിൽക്കാൻ പാടില്ല ആരും. എല്ലാവരും അവരുടെ ഓക്കെ. കൺസേൺസ് അല്ലെങ്കിൽ ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഈവൻ ഹാപ്പിനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സും ഷെയർ ചെയ്യാം. മാം, നമ്മൾ ഈ ഇതേപോലത്തെ സെഷൻസ് വഴി ഇപ്പോൾ നമ്മളെ മൈൻഡിൽ ഒരുപാട് കാലമായിട്ട് നമ്മളൊരു ക്യാരക്ടറായിട്ട് മാറിയ ചില ട്രേറ്റ്സ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്നത് കയറിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ മാനേജർ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വോയിസ് റേസ് ചെയ്യാൻ പറ്റാത്തൊരു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഇപ്പൊ നമ്മുടെ ഫ്രം ദ ബിഗിനിങ് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പുറത്തു വരാൻ വേണ്ടി നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് ഇപ്പൊ ഇത് നമ്മുടെ ഒരു ക്യാരക്ടറായി മാറി ഓൾറെഡി. ഓക്കെ, ഒരാളുടെ ഒരു ക്യാരക്ടറായി മാറി. അപ്പൊ നമുക്ക് ഇതേപോലത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യണം. ഒരു സോഷ്യൽ സെറ്റിങ്ങിലാവുമ്പോൾ മാനേജറായിട്ട് എതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് പറയാനോ പറ്റുന്നില്ല. അത് മേ ബി എന്തെങ്കിലും ഒരു പേടി കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് തെറ്റിപ്പോവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, പേടിൻ്റെതല്ല. ഇപ്പം ഓക്കെ, ചിലപ്പം ബാക്കി ഉള്ളവര് നമ്മളെ ഒരു കൊളീഗ്സ് നമ്മളൊരു ഇതാക്കിയിട്ട് കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പറ്റീഷൻ ഫീൽഡ് അല്ല, അപ്പൊ പിന്നെ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഒബ്വിയസ്ലി. ഓക്കെ, അപ്പൊ ആ ഒരു ചിന്തയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ബിഹേവിയർ അല്ലെങ്കിൽ സ്പെസിഫിക് ബിഹേവിയർ അവിടെ കാണിക്കാൻ വേണ്ടി പ്രയത്നിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്ത. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു എന്തായിക്കോട്ടെ, പേടിയോ അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള എന്താ റീസൺ എന്തായിക്കോട്ടെ, പക്ഷെ ആ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് കണക്കായിട്ട് ബിഹേവ് ചെയ്യും. എങ്ങനെ ബിഹേവ് ചെയ്യും? പോവാൻ വേണ്ടി ചിലപ്പോൾ വർക്ക് പ്ലേസിൽ പോകാൻ വേണ്ടി നമുക്ക് മൂഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും പോകണമല്ലോ, ഇനി ആളെ കാണണമല്ലോ, മാനേജറെ കാണണമല്ലോ, എങ്ങനെയാ ഫേസ് ചെയ്യുക, ഒരു ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ആ ജോബിന്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൗൺസിലിംഗ് സെഷൻസ് എടുക്കുന്നതിലൂടെ എന്താ ചെയ്യുക? നമ്മളെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതായത് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ എന്ത് ചെയ്യും? അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ കണ്ടീഷൻഡ് ആയി, അല്ലെ? അതായത് പറയാൻ വേണ്ടി പറ്റുന്നില്ല, സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതിൽ കണ്ടീഷൻഡ് ആയി. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കി ഇതെങ്ങനെ നമുക്ക് മാറ്റാം? ഈ ഒരു മാം, ഇത് ഇപ്പം നമ്മളിപ്പോ മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു പിയർ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവര് കുറെ കോമഡീസ് പറയുമ്പോൾ നമ്മളത് പറയാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ നമ്മൾ കളിയാക്കാണ്. എക്സാമ്പിൾ, ഇപ്പം കുറെ ആൾക്കാർ ജയസൂര്യന്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതായത് ജയസൂര്യ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഒരു കുട്ടി ഇങ്ങനെ ഇതാക്കി ചിരിച്ചു. അപ്പം എല്ലാവരും പറയുന്നത്, എടാ എന്ത് ചിരിയാണ് ഇത് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവന്റെ ലൈഫിൽ ആ ചിരി ഫുള്ള് മായും. അങ്ങനെ ജയസൂര്യ ഒരു കോട്ട് ഒരു വീഡിയോ മോസ്റ്റ് ഓഫ് ആൾ കണ്ടിട്ടുണ്ടോ മേ ബി. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുമ്പോൾ നമ്മൾ പിന്നെയും ഡൗൺ ആവുകയാണ്. ഒബ്വിയസ്ലി നമുക്കത് പറയാൻ പറ്റാണ്ട് നമ്മൾ ഇന്ന് പുറത്തു വരാൻ നോക്കുന്നു, പക്ഷെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മൾ പിന്നെയും ബാക്ക് ആയി പോകും. അപ്പൊ നമുക്ക് എക്സാക്ട്ലി ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിറ്റുവേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു സെറ്റിംഗിൽ മാത്രമേ നമുക്ക് സിറ്റുവേഷൻ കിട്ടാണ്ടുള്ളൂ. ആ സെറ്റിംഗ് നമുക്ക് ഓവർകം ചെയ്യാം. എങ്ങനെ? വേറെ
ഗ്യാതറിങ്സിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടക്കോ നമ്മുടെ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോ കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത് ഒരു എന്താ പറയാ ഒരു തരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം സാധനം നമ്മൾ സോഷ്യൽ സെറ്റിംഗിൽ, അതായത് ഈ വർക്ക് പ്ലേസിൽ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഈ ഒരു സാധനം ഈ വർക്ക് പ്ലേസിൽ എനിക്ക് തോന്നുന്നു സ്വാദിഷ് എന്നല്ലേ പേര്? പെട്ടെന്ന് ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ചേഞ്ചോ സോഷ്യൽ സെറ്റിങ്ങിന് ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. അതായത് സോഷ്യൽ സെറ്റിംഗ് ഇൻ ദ സെൻസ് വർക്ക് പ്ലേസിൽ. അപ്പം വർക്ക് പ്ലേസ് ആണല്ലോ പറഞ്ഞത്. വർക്ക് പ്ലേസ് ഓക്കെയാണ്. വർക്ക് പ്ലേസ് ആണെങ്കിലും പുറത്ത് പിന്നെ ഓക്കെയാണ്. വർക്ക് പ്ലേസ് ആണ് ഓക്കെ. എന്തൊരു ഇഷ്യൂസ്, അതായത് സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ. അപ്പം ഇപ്പൊ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഗ്യാതറിങ്സിൽ, അതായത് ഫ്രണ്ട്സിന്റെ അടുക്കോ ഫാമിലീസിന്റെ അടുത്തോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാമിലി ഗ്യാതറിംഗ് ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം. ഞാൻ ഈ പ്ലാറ്റ്ഫോം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് മാമിനോട് താങ്ക്സ് പറയാനാണ്. അതുപോലെ ഇവിടെ ഉള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സെഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ എൻ്റെ ആ ഒരു 30-35 മിനിറ്റ്സിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരുപാട് പ്രോബ്ലംസ് മാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഖത്തറിലാണുള്ളത്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എനിക്ക് എന്താ പറയണ്ടേ, എനിക്കത് മാമിന്റെ ആ ഒരു അപ്രോച്ചും ഭയങ്കര, എനിക്ക് കുറച്ചുകൂടെ എന്താ പറയണ്ടേ, അത്ര എനിക്കൊരു റിലീഫ് കിട്ടിയത് സെഷൻ കഴിഞ്ഞപ്പോൾ. ഞാൻ ഇനിയും എന്തായാലും വീണ്ടും സെഷൻസ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനോടും മാമിനോടും ഞാൻ താങ്ക്സ് പറയാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ റിസൾട്ട്, നമ്മളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അല്ലേ മാം? അതെ അതെ, കറക്റ്റ്. അപ്പൊ ഒത്തിരി താങ്ക്സ് ഉണ്ട് മാമിന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പിനെസ് അംബാസഡറിന്റെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, ഫീഡ്ബാക്സ് ഒക്കെ കേട്ടു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം, എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷന്റെ ആക്ഷൻ ടാസ്ക് ഒന്ന് കാണാം. ഓക്കെ, നമ്മുടെ 7th ആക്ഷൻ ടാസ്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാപ്പിനെസ് അംബാസഡർ സെഷനിൽ വരുന്ന ആക്ഷൻ ടാസ്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ നിങ്ങൾ ഈ സെഷനിൽ പോയതിനു ശേഷം ഒരു A4 പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ 4 ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഹൗ ഓഫൺ ഡു യു എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് മേക്ക് യു സ്മൈൽ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സന്തോഷം തരുന്ന, ഒരു സ്മൈല് തരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾ എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഈ രണ്ടാമത്തെ, can you recall a moment today? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ ദിവസത്തില് ഒരുപാട് പേര് സന്തോഷം കാണിച്ചിട്ടുണ്ട്, കുറച്ചു പേരൊക്കെ സങ്കടമുള്ള സ്മൈലീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് പ്രൗഡ് തോന്നിയിട്ടുള്ള ഒരു പ്രൗഡ് മൊമെന്റ്, ഇന്നത്തെ ദിവസത്തിലെ ഒരു പ്രൗഡ് മൊമെന്റ് എന്താണ്? അത് എന്തോ ആവാം അല്ലെ. ചെറിയ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകളാണ്, ചിലപ്പോൾ ഒരു ചായ വെച്ചതോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തതോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ്സോ, ഒറ്റയ്ക്ക് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും ലൈഫിൽ. എന്നും എല്ലാ ദിവസവും പ്രൗഡ് തരാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു മൊമെന്റ്സ് നമുക്ക് തരും അല്ലെ, ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തത്, നമ്മൾ ഈ ഒരു ഹാപ്പിനെസ് അംബാസഡർ പ്രോഗ്രാം, ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏത് ഏരിയാസ് ആണ്, നിങ്ങളിലുള്ള ഏത് ഏരിയാസിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയാസിലാണ് എനിക്ക് ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ചിലപ്പോൾ ചിലർക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓവർ തിങ്കിങ്ങോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അതിലായിരിക്കും. ചിലപ്പോൾ ചിലരുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ട്രേഡ്സിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മുടെ ഡെയിലി ലൈഫിൽ റൂട്ടീനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ പലതും ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഇനി നാലാമത്തെയാണ്, ഡു യു എഗ്രി വിത്ത് ദിസ് ഇനിഷ്യേറ്റീവ്? നമ്മൾ ലേൺ വൈസ് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഒരു സെഷൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയിട്ട്? നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരു സെഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? എത്രത്തോളം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും എന്നാണ് തോന്നുന്നത്? ഓക്കെ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനും അക്കാഡമിക് അച്ചീവ്മെന്റ്സിനും എത്രത്തോളം ഈ ഒരു പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട്?
ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങളെ മെന്റേഴ്സുമായിട്ട് യൂഷ്വലി നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഡെയിലി ഇപ്പം 6 ടാസ്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അത് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ടാസ്കും കൂടെ ചെയ്തിട്ട് അയക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതിന്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ സാനിയ മാമിനോട് ഒരുപാട് താങ്ക്സ് പറയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ലേൺവൈസിലെ വെൽക്കം ചെയ്യാണ്. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ ആൻഡ് ഗുഡ് നൈറ്റ്.